ഹലോ ചങ്ങായീസ്, ഇന്ന് നമ്മൾ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ട് നമ്മുടെ ചായക്കട സ്റ്റൈലിലൊക്കെ കിട്ടുന്ന രീതിയിലൊരു മസാല ബോണ്ടയുടെ റെസിപ്പിയാണ് പറയുന്നത് കേട്ടോ. ഈസി ആയിട്ട് ആക്കാവുന്നുള്ളൂ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ഒരു ചാനൽ കാണുന്നതിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യട്ടെ. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുള്ളൂ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലയാണ് തയ്യാറാക്കേണ്ടത്. അതിനായിട്ട് 3 ഉരുളക്കിഴങ്ങ് കുക്കറിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചതിന് ശേഷം അതിനെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്ക് മാഷ് ചെയ്ത് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കൊരു കടായിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഞാൻ ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ജീരകം ഇട്ട് ഒന്ന് പൊട്ടിയതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതുപോലെ കറിവേപ്പില ചെറുതായിട്ട് ചോപ്പ് ചെയ്തും കൂടി ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ആദ്യം തന്നെ അതൊന്ന് വഴണ്ട് വരുന്ന സമയത്തേക്ക് നമുക്ക് ഇതിലേക്ക് ചെറിയ പീസസായി അതായത് ചോപ്പ് ചെയ്ത് സവോള കൂടി ചേർത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുക. സവോള ഏകദേശം നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കാം. പൊടികൾ എന്ന് പറയുമ്പോൾ 1/4 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ 1/4 ടീസ്പൂൺ ഗരം മസാല, അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് പൊടികളുടെ പച്ചമണം മാറുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പൊടികളുടെ പച്ചമണം മാറുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്തിട്ട് എല്ലായിടത്തും ഉരുളക്കിഴങ്ങിലേക്ക് എല്ലായിടത്തും ആ മസാല എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് ആവശ്യമായിട്ടുള്ള ഉപ്പും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മസാല ഇവിടെ തയ്യാറാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് അടുത്തതായിട്ട് വേണ്ടുന്നത് ബാറ്റർ തയ്യാറാക്കാനാണ്. നമുക്കിതിലേക്ക് കടലമാവാണ് എടുക്കുന്നത് കേട്ടോ. ആവശ്യമായിട്ടുള്ള കടലമാവ് എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു കളറിന് വേണ്ടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. ആവശ്യമായിട്ട് ഉപ്പും അതിൽ 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളമായിട്ട് ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ബാറ്റർ ആക്കി എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂണ് അരിപ്പൊടി ഞാൻ ചേർക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ചേർക്കുന്നത്. ഇത് നമ്മുടെ ബാറ്റർ ഇപ്പോൾ തയ്യാറാണ്. അപ്പം നമുക്ക് നേരത്തെ ആക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മസാലയില്ല അതൊന്ന് ബൗൾസ് ആക്കിയിട്ട് ഇതുപോലെ മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് മാവിൽ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് സൺഫ്ലവർ ഓയിൽ പൊരിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെയാണ് ഞാൻ മാവിൽ ഡിപ്പ് ചെയ്യുന്നത്. അതായത് ഒരു തവി അടിയിൽ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ആ ബൗൾ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് അതിൻ്റെ മാവും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഷേപ്പിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് അല്ലെങ്കിൽ നോർമലി കയ്യിൽ നമുക്ക് മാവ് എടുത്തതിന് ശേഷം ഡിപ്പ് ചെയ്ത് നോർമലി നമ്മൾ ആക്കുന്ന പോലെ തന്നെ ആക്കിയാലും മതി കേട്ടോ. അപ്പോൾ സിമ്പിൾ ആൻഡ് ടേസ്റ്റ് ആയിട്ടുള്ള മസാല ബോണ്ട് തയ്യാറാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. താങ്ക് യു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ബൈ.